നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അട്ടിമറി മുതൽ ഇങ്ങോട്ടെടുത്ത കണക്കുകളിലേക്ക് നോക്കുമ്പോൾ തെളിവെവിടെ എന്ന് ചോദിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആ തെളിവുകൾ കൃത്യമായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വിശദീകരണം നൽകുമ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് BR ഗവായ് കൃത്യമായ ചില ഉത്തരവിലേക്ക് കടക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് രാജ്യത്തിൻ്റെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനം, അതായത് ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്ക് നല്ല പോലെ ബോധ്യമുണ്ട്, ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ വെറും ഊഹാപോഹങ്ങളുടെ പേരിൽ വെറുതെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ പറ്റില്ല. മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ അത് തൻ്റെ രാഷ്ട്രീയ ഭാവിയെ വരെ വലിയ തോതിൽ സ്വാധീനിക്കും എന്ന് അറിയാത്ത വ്യക്തിയുമല്ല രാഹുൽ ഗാന്ധി. അതാണ് BR ഗവായ് അക്കമിട്ട് നിരത്തുന്നത്. രാഹുൽ ഗാന്ധിയെ പോലൊരു വ്യക്തി തെളിവുമായി വരുമ്പോൾ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നതും അതുപോലെ തന്നെ ലോക്സഭാ സീറ്റുകളിൽ വോട്ടർ പട്ടികയുടെ എണ്ണവുമായി ബന്ധപ്പെട്ട കാര്യം, അതിനുശേഷം നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കള്ളക്കളികൾ, ഇതെല്ലാം ഓരോന്നായി അക്കമിട്ട് നിരത്തിക്കൊണ്ട് വരികയാണ്. രാഹുൽ ഗാന്ധി തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്, റായ്ബറേലിയിലോ അമേഠിയിലോ വയനാട്ടിലോ ഏതെങ്കിലും രീതിയിൽ അട്ടിമറി നടന്നു എന്ന് BJP വ്യക്തമാക്കുകയാണെങ്കിൽ അവർ തെളിയിക്കട്ടെ. അവർ അത്തരത്തിലുള്ള കള്ളവോട്ടുകൾ എവിടെയൊക്കെ പോൾ ചെയ്തു അല്ലെങ്കിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കട്ടെ. ഞങ്ങൾ എന്തായാലും നിയമ പോരാട്ടത്തിന് തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ മറ്റു വഴികളില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ പൗരന്മാരോട് പ്രബുദ്ധതയുണ്ട്. ഭരണഘടനയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഭരണഘടനയെ സംരക്ഷിക്കണം. മനുസ്മൃതിയും ഹെഡ്ഗേവാറിൻ്റെയും ഗോൾവാക്കറുടെയും ഒക്കെ നയങ്ങൾ നടപ്പിലാക്കാനുള്ളതല്ല ഈ രാജ്യം. ഈ രാജ്യത്തിൻ്റെ മതേതരത്വം കാത്തു സംരക്ഷിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം നേടി എന്ന് അഹങ്കരിക്കുന്ന BJP, മൂന്നാമതും തുടർച്ചയായി അധികാരത്തിലെത്തി എന്ന് പറയുന്ന BJP ഏത് രീതിയിലാണ് വോട്ട് തിരിമറിയിലൂടെ അധികാരത്തിലെത്തിയത് എന്നുള്ളത് വെളിച്ചത്ത് കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങളെന്നാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയാണ് രാഹുൽ ഗാന്ധി ബാംഗ്ലൂരിലെ സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകൾ പുറത്തുവിട്ടത്. ഇതുപോലെ ഓരോ മണ്ഡലങ്ങളിലെയും കണക്കുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വവും ഇന്ത്യ നേതൃത്വവും ഓരോന്നായി പുറത്തുവിട്ടിരുന്നു. 300 MPമാരെ ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ മാർച്ചാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. ഒരുപക്ഷേ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് കണ്ടിട്ടുള്ള ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ഏറ്റവും വലിയ ശക്തമായ നീക്കങ്ങളിലൊന്നാണ്. TN ശേഷനെ പോലുള്ള മഹത് വ്യക്തികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ ഇരുന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് വളരെയധികം അൺബയാസ്ഡ് ആയിട്ടുള്ള, അതായത് പക്ഷപാതരഹിതമായിട്ട് വളരെ നിർദ്ദിഷ്ടമായി ചിട്ടയോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു എന്നുള്ളത് രാഹുൽ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ആ കസേരയിൽ ഇരുന്നു കൊണ്ടാണ് BJPയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർക്ക് ഫേവറബിളായി കാര്യങ്ങൾ നീക്കിയത്. ഇതിന് അഴിയെണ്ണും എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കോടതിയിലേക്ക് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് സുപ്രീം കോടതി അല്ലാതെ മറ്റൊരു ആശ്രയമില്ല, ഞങ്ങളെ കൈവിടരുത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്.